നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടകൾ മുടക്കം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചാണ് മുടക്കം. 85ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. മാർ പോളി കണ്ണൂക്കാടൻ തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ദേവാലയത്തിൽ തിരിതെളിയിച്ചു. കാർഷിക വികസനത്തിനും വനിതാ ശാക്തീകരണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് വെറും കടലാസിലൊതുങ്ങുന്ന ബജറ്റാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജൻ ആരോപിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സർഗസന്ധ്യ 2024 കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടകൾ മുടക്കം. സംഘടനയ്ക്കു കീഴിലെ വ്യാപാരികളാണ് കടകൾ മുടക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം കടകളും ചൊവ്വാഴ്ച അടഞ്ഞുകിടക്കും. 85ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന ദേവാലയത്തിൽ നിന്ന് വികാരി ഫാദർ ജോജു ആളൂർ തെളിയിച്ചു നൽകിയ വിശ്വാസ ദീപശിഖ കനകമല അടിവാരം പള്ളിയിൽ എത്തിയതിനു ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ 57 ദിവസം നീളുന്ന തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ദേവാലയത്തിൽ തിരിതെളിയിച്ചു. തുടർന്ന് വിശ്വാസദീപവുമായി കുരിശുമുടിയിലേക്ക് പ്രദർശനം നടന്നു. കുരിശുമുടി ദേവാലയത്തിൽ ദീപം പ്രതിഷ്ഠിച്ച ശേഷം വിശുദ്ധ കുർബാനയും വിശുദ്ധന്റെ തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായി. കനകമല തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാൻ, കൈക്കാരന്മാരായ ആന്റണി കരിയാട്ടി, ഷിജു പഴയടത്ത് പറമ്പിൽ, ലിജോ ചാതേലി, ജോസ് വെട്ടുമനിക്കൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, PRO ബിജു ചുള്ളി, ദീപപ്രയാണം കൺവീനർ ബിനോയ് മഞ്ഞളി എന്നിവർ നേതൃത്വം നൽകി. തീർത്ഥാടകർക്ക് രാത്രിയിൽ മല കയറുന്നതിനായി അടിവാരം മുതൽ കുരിശുമുടി വരെയുള്ള പാതയിൽ 1000ഓളം വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ നേർച്ച ഭക്ഷണം, ആംബുലൻസ് അടക്കമുള്ള ആരോഗ്യ സേവനങ്ങൾ എന്നിവയും ലഭ്യമാക്കിയിട്ടുണ്ട്. മാർച്ച് 24-നാണ് ഈ വർഷത്തെ കനകമല മഹാതീർത്ഥാടനം. ഏപ്രിൽ 7-ന് വിശ്വാസ പ്രഖ്യാപന തിരുനാളോടെ 85ാമത് കനകമല കുരിശുമുടി തീർത്ഥാടനത്തിന് സമാപനമാകും. സഹോദര വരിക സുഹൃത്തുക്കളെ, പ്രിയമുള്ള സമർപ്പിതരെ, ഈ തീർത്ഥാടനത്തിൻ്റെ ജനകൺവീനർ, ഇക്കാരന്മാർ, മറ്റ് കൺവീനേഴ്സ്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി കാർഷിക വികസനത്തിനും വനിതാ ശാക്തീകരണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചു. മറ്റത്തൂർ മട്ട പദ്ധതി, സമഗ്ര നെൽകൃഷി വികസനം എന്നിവയടക്കം കാർഷിക മേഖലയ്ക്ക് 2,11,55,000 രൂപയും വെള്ളിക്കുളം വലിയ തോടിൻ്റെ സംരക്ഷണത്തിന് പഞ്ചായത്തിൻ്റെ വിഹിതമായ 40 ലക്ഷം രൂപയും നബാർഡ് സഹായത്തോടെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന 3.5 കോടി രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള വായ്പയടക്കം 3.5 കോടി രൂപയും കൺവെൻഷൻ സെൻറ്റർ നിർമ്മാണത്തിന് 2 കോടി രൂപയും വകകൊള്ളിച്ചിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര ഗവൺമെൻറ് UP സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രമുഖ സ്ഥാനം നേടുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ജീവനാഡിയായ വലിയ തോടിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് മുൻ വർഷം നടത്തിയ 48 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്ക് പുറമെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളില്ലാത്ത ബജറ്റ് എന്ന് UDF യുവാക്കൾ നയിക്കുന്ന LDF ഭരണസമിതി എന്ന് സ്വയം അഭിമാനിക്കുമ്പോഴും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാത്ത ബജറ്റാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ അവതരിപ്പിച്ചതെന്ന് ഭരണസമിതിയിലെ UDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ബജറ്റിലെ വാഗ്ദാനങ്ങൾ പലതും പാലിക്കാതെയാണ് വീണ്ടും ജനങ്ങളുടെ മുന്നിൽ ബജറ്റ് വാഗ്ദാനങ്ങൾ നൽകുന്നത്.
വലിയ വിജയം പ്രതീക്ഷിച്ച് ആരംഭിച്ച മറ്റത്തൂർ മട്ട പരാജയമായിട്ടും വീണ്ടും ബജറ്റിൽ ഫണ്ട് വെച്ചിരിക്കുകയാണെന്നും മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തനം പണമുണ്ടാക്കാനുള്ള വഴിയായി മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ജലസേചന കനാലുകളിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന സ്പൗട്ടുകളും അനുബന്ധ നിർമ്മിതികളും തകർന്നു കിടക്കുന്നത് അറ്റകുറ്റപ്പണി നടത്താൻ ഫണ്ട് നീക്കിവെച്ചില്ലെന്നും കർഷകരെ സഹായിക്കാൻ പൊതുമാർക്കറ്റ് എന്ന വാഗ്ദാനം എങ്ങും എത്തിയില്ലെന്നും UDF ആരോപിച്ചു. വീടുകളിലേക്ക് സബ്സിഡി നൽകി ബയോഗ്യാസ് പ്ലാന്റ് നൽകണം എന്ന ആവശ്യം പരിഗണിച്ചില്ലെന്നും തെരുവുനായ് ആക്രമണം തടയുന്നതിന് ബജറ്റിൽ പദ്ധതിയില്ലെന്നും ആധുനിക അറവുശാല എന്ന ആവശ്യം ബജറ്റിൽ ഉൾപ്പെടുത്തിയില്ലെന്നും UDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഈ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും കരട് ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് UDFിലെ KR ഔസേബ്, ശിവരാമൻ പോതിയിൽ, ഷൈനി ബാബു, KS സൂരജ്, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ ആവശ്യപ്പെട്ടു. പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെല്ലായിലുള്ള പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ മികച്ച സഹകാരികളെ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ആദരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NM പുഷ്പാകരൻ, MK ശൈലജ, പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിനി രമേശൻ, രാധാ വിശ്വംഭരൻ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റ് R നാരായണൻകുട്ടി, വൈസ് പ്രസിഡന്റ് MA ജോൺസൺ, സെക്രട്ടറി നിഷ ജയരാജ് എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 10 വർഷം പൂർത്തിയാക്കിയ വേളയിൽ കൂടുതൽ സൗകര്യപ്രദവും സ്ട്രോങ് റൂം സംവിധാനവുമുള്ള കെട്ടിടത്തിലേക്കാണ് മാറി പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുന്നത്. നെല്ലായി സെന്ററിലെ വെണ്ടേർ മഠം കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് പുതിയ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. 10 വർഷം പൂർത്തിയാക്കിയ ഈ സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിലെ ചില സ്ഥാപനങ്ങളിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് കേരളത്തിലെ സഹകരണ മേഖല ഒരു ചെറിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സന്തോഷമുള്ളൊരു ലളിതമായ ചടങ്ങാണ്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആദ്യമായി പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. ലളിതമായ ഭാഷയിൽ തന്നെ സഹകരണ പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഈ മേഖലയിലെ കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം വളരെ ആഴത്തിൽ ബഹുമാനപ്പെട്ട MP ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ ഇനിയൊരു പ്രസംഗം നടത്തേണ്ടതിന്റെ ആവശ്യകതയില്ല. 10 വർഷമായി ഒരു അപ്ഗ്രേഡിങ് ഞങ്ങൾക്ക് നടത്താനായിട്ട് 5 കൊല്ലത്തെ പ്രതീക്ഷിച്ചിരുന്നു. 5-6 വർഷത്തിന് അപ്ഗ്രേഡിങ് നടത്തുന്ന ഞങ്ങൾക്ക് കഴിഞ്ഞ ബോർഡിൽ അത് നമുക്ക് സാധിച്ചില്ല പല കാരണങ്ങളുണ്ട്. 10 വർഷം നടന്നിട്ടാണ് അപ്ഗ്രേഡിങ് ഇപ്പം നടത്തുന്നത്. അപ്ഗ്രേഡിംഗ് ആണ് മനസ്സിലാക്കേണ്ടത്. ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് വെറും കടലാസിൽ ഒതുങ്ങുന്ന ബജറ്റാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. വർഷം തോറും അധികരിക്കുന്ന സ്പിൽ ഓവർ പദ്ധതികളുടെ തുക ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതത്തിൽ നിന്നും കുറവ് ചെയ്താൽ കാര്യമായി ഒരു പദ്ധതിയും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ചെയ്യാൻ സാധിക്കില്ല. ഇത് വ്യക്തമായി അറിഞ്ഞിട്ടും കടലാസിലെ ബജറ്റ് അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ടാജറ്റ് കുറ്റപ്പെടുത്തി. 1 ലക്ഷത്തിൽ താഴെയുള്ള ബിൽ മാത്രമാണ് ട്രഷറിയിൽ നിന്നും കരാറുകാർക്ക് മാറിക്കിട്ടുന്നുള്ളൂ എന്ന കാരണത്താൽ കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ വർക്കുകളുടെയും നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതികളുടെയും പണികൾ കരാറുകാർ ആരംഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ സ്വാഭാവികമായും പദ്ധതി ചെലവ് 50% കവിയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി തുകയിൽ സ്പിൽ ഓവർ പദ്ധതികൾക്ക് തുക വക മാറ്റിയാൽ കാര്യമായ സംഖ്യ അടുത്ത വർഷത്തെ പദ്ധതിക്ക് ഉണ്ടാകില്ല. നിർബന്ധിത പദ്ധതികൾക്ക് നീക്കിവെക്കേണ്ട തുകയും മാറ്റി നിർത്തിയാൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കാതെ കടലാസിൽ ഒതുക്കാനേ നിർവാഹമുള്ളൂ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആധുനിക സംവിധാനത്തോടുകൂടിയ പ്രാദേശിക വികേന്ദ്രിക പദ്ധതികൾ, ശുചിത്വ കുടിവെള്ള പദ്ധതികൾ, വയോജനങ്ങൾ, സ്ത്രീ ശാസ്ത്രീകരണം, യുവജനങ്ങൾ, കുട്ടികൾ, ആരോഗ്യരംഗം എന്നീ മേഖലകളിൽ പുതിയ കാര്യക്ഷമമായ പദ്ധതികൾ ഇല്ലാത്തത് ബഡ്ജറ്റിൻ്റെ ന്യൂനതയാണെന്നും ജോസഫ് ടാജറ്റ് പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ഓരോ ഡിവിഷനിലേക്കും വേണ്ട തുക നൽകാതെ ഇത്തരത്തിൽ വലിയ പദ്ധതികൾക്ക് വലിയ തുക നീക്കിവെച്ച് ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള അവഗണനയാണ്. സർക്കാർ ഫണ്ടിൻ്റെ അപര്യാപ്തതയും ട്രഷറി നിയന്ത്രണവും മൂലവും ഓരോ സാമ്പത്തിക വർഷവും സ്പിൽ ഓവർ തുക കൂടി വരുന്നത് മൂലം
ഈ ഭരണസമിതിയുടെ കാലത്ത് ഈ വർഷത്തോടുകൂടി ഏകദേശം 50 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് ഏറെ ഗുണകരമാവുന്ന രീതിയിൽ ഡിവിഷൻ തലത്തിൽ പഞ്ചായത്തുകളുമായി ചേർന്ന് വികേന്ദ്രീകൃത സ്വഭാവത്തോടുകൂടിയ സംയോജിത പദ്ധതികൾക്ക് രൂപം നൽകാനും അതിനുവേണ്ട മതിയായ ഫണ്ട് ലഭ്യമാക്കാനും ഭരണസമിതി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ പാർലമെന്ററി ഉപനേതാവ് മുഹമ്മദ് ഖസാലി, സെക്രട്ടറി ജിമ്മി ചുണ്ടൽ, ഭാരവാഹികളായ ലീല സുബ്രഹ്മണ്യൻ, ശോഭന ഗോകുലനാഥൻ എന്നിവരും ആവശ്യപ്പെട്ടു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സർഗസന്ധ്യ 2024 കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, ബ്ലോക്ക് ഡിവിഷൻ അംഗങ്ങളായ ടെസി വിൽസൺ, EK സദാശിവൻ, സതി സുധീർ, മിനി ഡെന്നി പനോക്കാരൻ, BDO KK നിഖിൽ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ 2 വർഷമായി മോഹിനിയാട്ടം, കർണാട്ടിക് മ്യൂസിക്, കൂടിയാട്ടം, വേഷം, പെയിന്റിംഗ് എന്നീ ഇനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ കലാകാരന്മാരുടെ അരങ്ങേറ്റമാണ് സർഗസന്ധ്യയിൽ നടന്നത്. ഇപ്പോൾ ഇവിടെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന നിലയിലുള്ള പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന മട്ടന്നൂർ ഷുഹൈബിന്റെ രക്തസാക്ഷി ദിനാചരണം യൂത്ത് കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. ആമ്പല്ലൂരിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി, സിജോ പുന്നക്കര, മനോജ് സുന്ദർ, അഭിജിത്ത്, അൻസ് ആൻഡോ, ജെറിൻ, അഭിഷേക്, അതുൽ എന്നിവർ സന്നിഹിതരായിരുന്നു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സച്ചിൻ ഷാജു, എഡ്വിൻ, അർജുൻ സുരേഷ്, ജോയ് വെല്ലപ്പാടി എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി ദർശന കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ ദർശന സമാദരണ അവാർഡ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് സമ്മാനിച്ചു. ഫാദർ പോൾ പൂവത്തിങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ND പൈലോത്, ദേശീയ ബോക്സിംഗിൽ സ്വർണം നേടിയ ഹജ്ര നസ്രീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഫാദർ ജിയോ ആൽനോലിക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, വാർഡംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, ദർശന കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ആൻഡോ പയ്യപ്പള്ളി, ട്രഷറർ ടോണി തോമസ്, സെക്രട്ടറി ലിജോ കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ജയരാജു വാര്യർ അവതാരകനായ ഔസേപ്പച്ചൻ ഈണം നൽകിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി മൗനം സ്വരമായി സംഗീത സന്ധ്യ അരങ്ങേറി. അതുല്യമായ ഒരു കഴിവാണ്. പാട്ടുകൾ എല്ലാവരും ഉണ്ടാക്കുന്നു, പക്ഷെ അതൊരു ജനമനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഹിറ്റായി മാറണമെങ്കിൽ ഏതോ ഒരു അദൃശ്യമായിട്ടുള്ള ശക്തി, ദൈവത്തിന്റെ ശക്തി. സാംസ്കാരിക കലാസന്ധ്യ ഇന്ന് ഇവിടെ അരങ്ങേറുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനിക്കുവാനും ആസ്വദിക്കുവാനും പറ്റിയ ഒരു അവസരം വന്നിരിക്കുകയാണ്. സോ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുകയാണ്. ഞാൻ പല വേദികളിലും പോയിട്ടുണ്ട്, പകുതി ആൾക്കാരുണ്ടാവും, ഇത്രയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ വൈകിയ വേളയിലും ഇത്രയും അധികാരി കൂടിയാണ്. അച്ഛന് ബഹുമാനപ്പെട്ട കളക്ടറുടെ അഭാവത്തിൽ ഇന്നത്തെ ദർശന സമാദരണ കലാസന്ധ്യ അതിന്റെ കാരണബോധനായ നമുക്ക് ഏറ്റവും പ്രിയനായ സംഗീത സമുദായം സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത ഈ പുള്ളിയ കുഴലിൽ കഥ പറയാ കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വ്യാഴാഴ്ച നടക്കും. രാവിലെ 9-ന് ശ്രീഭൂതബലി, ശീവേലി എഴുന്നള്ളിപ്പ്, 10:30-ന് പ്രസാദഊട്ട്, ഉച്ചതിരിഞ്ഞ് 3:30-ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കാഴ്ച ശീവേലി, വൈകിട്ട് 6-ന് നന്ദിക്കര മുല്ലക്കൽ പറയന്റെ പന്തൽ വരവ് എന്നിവ ഉണ്ടായിരിക്കും. പഞ്ചാരി മേളത്തിന് പെരുവനം കുട്ടന്മാരാരും പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാരും പ്രാമാണികത്വം വഹിക്കും. 14-ന് വൈകിട്ട് 6:30 മുതൽ നാടൻ കലാപരിപാടികൾ അരങ്ങേറും.
പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, ഗായകൻ ശ്രീകുമാർ നന്ദിക്കര എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. മുപ്ലിയം ഷൺമുഖപുരം പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം ചൊവ്വാഴ്ച സമാപിക്കും. കാലാവസ്ഥ: കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കുടുംബശ്രീ, മണപ്പുറം ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന DDUGKY പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗക്കാരായവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9026685443 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന യുവജന കമ്മീഷൻ ഫെബ്രുവരി 24-ന് രാവിലെ 9 മുതൽ എറണാകുളം തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. എറണാകുളം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കരിയർ എക്സ്പോ 2024-ൽ 18-നും 40-നും മധ്യേ പ്രായമുള്ള യുവജനങ്ങൾക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള യുവജനങ്ങൾക്കും തൊഴിൽദാതാക്കൾക്കും ksYC.kerala.gov.in എന്ന ലിങ്ക് വഴി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0471-230-8630. കുടുംബശ്രീ ജില്ലാ മിഷൻ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ യോജന പദ്ധതിയുടെയും കേരള നോളജ് ഇക്കോണമി മിഷന്റെയും ആഭിമുഖ്യത്തിൽ ടാലന്റ് വേവ് 2024 എന്ന പേരിൽ ഫെബ്രുവരി 14-ന് ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. SSLC-ക്കും PG-ക്കും ഇടയിൽ വിദ്യാഭ്യാസ യോഗ്യതയും അഭിരുചിയുമുള്ള 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 14-ന് രാവിലെ 8:30 മുതൽ 11 മണി വരെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. തൊഴിലന്വേഷകർക്ക് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സൌകര്യവും ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487-2362-517. ഇന്നത്തെ സ്വർണവില: സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. പുതുക്കാട് പഞ്ചായത്ത് അംഗം ആൻസിയുടെ പിതാവ് പുതുക്കാട് ആലപ്പാട്ട് മാടാനി ഫ്രാൻസിസ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനിയാണ് ഭാര്യ. ഫ്രാൻസി, ജോയ്സി എന്നിവരാണ് മറ്റു മക്കൾ. മരുമക്കൾ ഷാജു, ജോബി, ഡെയ്സൺ. അയ്യങ്കോട് പുല്ലുത്തി പന്തേപ്പാടം ജമീലയുടെ മകൻ ഷറഫുദ്ദീൻ അന്തരിച്ചു. 37 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടകൾ മുടക്കം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചാണ് മുടക്കം. 85ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. മാർ പോളി കണ്ണൂക്കാടൻ തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ദേവാലയത്തിൽ തിരിതെളിയിച്ചു. കാർഷിക വികസനത്തിനും വനിതാ ശാക്തീകരണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് വെറും കടലാസിൽ ഒതുങ്ങുന്ന ബജറ്റാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജൻ ആരോപിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സർഗസന്ധ്യ 2024 KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.